ദിവസങ്ങളിൽ ചോറൊക്കെ നമുക്ക് അധികം വരാറുണ്ടല്ലേ. അപ്പോൾ ഇനിയും നമ്മളതൊന്നും കളയാനൊന്നും പോകണ്ട. നമുക്കതുകൊണ്ടൊരു പലഹാരം ഉണ്ടാക്കി നോക്കിയാലോ. ഇവിടെ അതിനായിട്ട് കുറച്ച് ചോറെടുത്തിട്ടുണ്ട്. ആ ചോറ് നന്നായിട്ട് അരച്ചെടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, അത് നമ്മുടെ ആവശ്യത്തിന് ചേർക്കാം എരിവിനനുസരിച്ചിട്ട്. പിന്നീട് അതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി. ഇത്രയും നമ്മൾ നന്നായിട്ട് ചേർത്തിട്ട് ഈ ചോറ് നമ്മൾ വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ എങ്കിൽ തന്നെയും ആ ചോറിൽ ആവശ്യത്തിന് വെള്ളമയം ഉണ്ടാവും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു 2 ടീസ്പൂൺ ആ ഒരു ചോറ് മുറുകാൻ പാകത്തിന് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കണം. അത്രയും കൂടെ ചേർത്തിട്ട് നമ്മൾ ഇതിനായിട്ട് ചേർക്കാനായിട്ട് ഒരു 2 പച്ചമുളക് അരിഞ്ഞത്, ഇനി ഒരു കൊച്ചു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, അത് നമുക്ക് പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, ഒരല്പം കറിവേപ്പില, മല്ലിയില ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. ഇവിടെ എനിക്ക് മല്ലിയില ഇല്ലായിരുന്നു, അതുകൊണ്ട് മല്ലിയില ചേർത്തില്ല. അല്പം പെരുംജീരകം, ഇത്രയും കൂടെ ചേർത്തിട്ട് നമ്മൾ അരിപ്പൊടിയും ചോറിനകത്തെല്ലാം ചേർത്ത് വെച്ചിരുന്നല്ലോ, അതിലേക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം നമ്മൾ ഉഴുന്നുവടയൊക്കെ ചെയ്യില്ലേ, അതേപോലെ കയ്യിൽ വെച്ചൊന്ന് പരത്തി നടുവിലൊരു കിഴുത്തൊക്കെ ഇട്ടിട്ട് അത് തിളച്ച എണ്ണയിലേക്ക് ഇടുക, കോരിയെടുക്കുക. ചോറോട് നല്ലൊരു പലഹാരം. ഒന്ന് വെച്ച് നോക്കണേ. ഓക്കേ.